അടുത്താണ് ഗിന്നസ് പക്രു എന്ന അജയകുമാറിനും ഗായത്രിക്കും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത്. മൂത്ത മകൾ ദീപ്ത കീർത്തി മലയാളികൾക്ക് സുപരിചിതയാണ്. ദ്വിജ കീർത്തി എന്നാണ് ദീപ്തയുടെ അനിയത്തിയുടെ പേര്. ഇപ്പോഴത്തെ മകളെ കുറിച്ച് സംസാരിക്കുകയാണ് അജയകുമാർ. ഒരു മലയാളം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ദീപ്തു കുഞ്ഞായിരുന്നപ്പോൾ പാവക്കുട്ടികളൊന്നും വേണ്ടായിരുന്നുവെന്നും അവൾ ഡോക്ടറാകുമ്പോൾ രോഗിയാകാനും അമ്മയാകുമ്പോൾ കുട്ടിയാകാനും താൻ ഉണ്ടായിരുന്നുവെന്നും ജീവനുള്ള കളിപ്പാട്ടമായി അച്ഛൻ തന്നെ അരികിലുള്ള സ്ഥിതിക്ക് വേറെ കളിപ്പാട്ടം എന്തിനാണെന്നുമാണ് ഗിന്നസ് പക്രു ചോദിക്കുന്നത്. മൂത്ത മകൾ ഉണ്ടായ ശേഷം നല്ല ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ അന്നത്തെ കളികളൊക്കെ മറന്നുപോയിരുന്നു. ഇപ്പോഴെല്ലാം പൊടി തട്ടി എടുത്തുവെന്നാണ് അജയകുമാർ പറയുന്നത്. ഇത്രയും പ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ചികിത്സ ചെയ്തു എന്നെല്ലാം ആളുകൾ ചോദിച്ചു. അടുത്ത കുട്ടി വേണമെന്നോ വേണ്ടെന്നോ പ്ലാൻ ചെയ്തിരുന്നില്ല. ദീതു മാത്രം മതിയെന്നായിരുന്നു താല്പര്യമെന്നാണ് അജയകുമാർ പറയുന്നത്. പക്ഷെ ദീതുവിന് എപ്പോഴോ അനിയത്തി വേണമെന്നൊരു ആഗ്രഹം തുടങ്ങിയെന്നാണ് താരം പറയുന്നത്. ഇളയ മകൾ ദിച്ചു വന്നതോടെ ദീതു അവളുടെ ചേച്ചിയമ്മയായി. വലിയൊരു സമ്മാനം കിട്ടിയ പ്രതീതിയാണ് ദീതുവിനെന്നും അജയകുമാർ പറയുന്നു. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ വളരെ ഡിപ്ലോമാറ്റിക്കായി രണ്ടുപേരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പോൾ ഒറ്റയടിക്ക് വാവയെന്നാണ് പറയുന്നതെന്നും അജയകുമാർ പറയുന്നുണ്ട്. അതേസമയം കുഞ്ഞു വന്നതോടെ 15 വർഷം പുറകിലേക്ക് തങ്ങൾ പോയതായും താരം പറയുന്നു. പ്രായം കുറഞ്ഞതുപോലെ തങ്ങൾ അന്നത്തേക്കാൾ ഫ്രീ ആയെന്നും കുഞ്ഞിനെ നോക്കാൻ ചേച്ചിയമ്മയുണ്ടല്ലോ എന്നും താരം പറയുന്നുണ്ട്. പിന്നാലെ തന്നിലെ അച്ഛനെ കുറിച്ചും അജയകുമാർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞിനെ എടുക്കാനാകുമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ല. ആരെങ്കിലും എടുത്ത് കയ്യിൽ തന്നാൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് അജയകുമാർ പറയുന്നത്. ദീതുവിനെ എടുക്കൽ എളുപ്പമായിരുന്നു. ഇളയവൾ അടങ്ങിയിരിക്കാത്ത പ്രകൃതമായതിനാൽ എടുക്കാൻ പ്രയാസമാണ്. പ്രകൃതം കണ്ടിട്ട് അവൾ താമസിയാതെ എന്റെ അടുത്ത് തലകുത്തി നിർത്തുമെന്നാണ് തോന്നുന്നതെന്നും താരം പറയുന്നുണ്ട്. അതേസമയം ദീതുവിന്റെയും ദിച്ചുവിന്റെയും പവർഫുൾ അച്ഛൻ തന്നെയാണ് താനെന്നും ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയും അഭിപ്രായങ്ങൾ ശക്തമായി പറയുകയും ചെയ്യുന്ന അച്ഛനാണ് താനെന്നും താരം വ്യക്തമാക്കുന്നു. എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് ഗിന്നസ് പക്രുവിന്റെ ഭാര്യ ഗായത്രി കുഞ്ഞിന് ജന്മം നൽകിയത്. വിവാഹശേഷം കുഞ്ഞുണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്നും പക്ഷേ അവിടേക്കും ദൈവം തനിക്കൊപ്പം നിന്നുവെന്നും ആദ്യം തങ്ങൾക്കുണ്ടായ കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നുവെന്നും ആദ്യത്തെ മകൾ ജനിച്ചപ്പോൾ ആ കുട്ടി തന്നെ തിരികെ വന്നതുപോലെയാണ് തനിക്ക് തോന്നിയതെന്നും ഗിന്നസ് പക്രു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചെറിയ വേഷങ്ങളിലൂടെയും കോമഡിയിലൂടെയുമായിരുന്നു അജയകുമാറിന്റെ തുടക്കം. പിന്നീട് നായകനായും വില്ലനായും കയ്യടി നേടി. അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും നിർമ്മാണത്തിലും എല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഗിന്നസിലടക്കം ഇടം നേടി മലയാളികൾക്ക് അഭിമാനമായി മാറിയ താരമാണ് അദ്ദേഹം. മലയാളത്തിൽ മാത്രമല്ല തമിഴിലടക്കം അഭിനയിച്ച് കയ്യടി നേടാനും അവാർഡുകൾ സ്വന്തമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് ലോകത്തിന് കാണിച്ചു തന്ന പ്രതിഭയാണ് അദ്ദേഹം. മിമിക്രി വേദികളിലൂടെ ടെലിവിഷനിലെത്തുകയും അവിടെ നിന്നും സിനിമയിലേക്കും എത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.